മനുഷ്യവിഭാഗത്തെ ഭരിക്കുവാനും അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും മനുഷ്യരിൽ തന്നെ വളരെയധികം ഉന്നതരായ പ്രത്യേകതകളുള്ള സ്ഥാനമാനങ്ങളുള്ള മനുഷ്യനെ സൃഷ്ടാവ് സൃഷ്ടിച്ചിട്ടേയില്ല. അങ്ങനെ സൃഷ്ടിച്ച വ്യക്തികളുണ്ട്, അവർ പ്രവാചകന്മാരാണ്. അവരൊരിക്കലും മനുഷ്യനെ നിയന്ത്രിക്കുവാനോ അതിൽ മനുഷ്യൻ്റെ അധികാരങ്ങൾ കൈയടക്കുവാനോ മനുഷ്യരെ കാൽക്കീഴിൽ വെക്കുവാനോ വന്നവരല്ല. അവർ മനുഷ്യരെ മനുഷ്യരാക്കി മാറ്റാൻ വന്നവരാണ്. അത് പ്രവാചകന്മാരാണ്. എന്നാൽ ഭരണാധികാരികളായിക്കൊണ്ട് ഒരിക്കലും സൃഷ്ടാവ് ഒരു മനുഷ്യനെയും ഉന്നതിയുള്ള ഒരു പ്രത്യേക തരത്തിൽപ്പെട്ട ഒരു വിഭാഗത്തെ മനുഷ്യരിൽ നിന്ന് സൃഷ്ടിച്ചിട്ടേ ഇല്ല. എല്ലാ മനുഷ്യരും തുല്യരാണ്. മനുഷ്യരിൽ ഇന്ന വർഗത്തെ, ഇന്ന ഗോത്രത്തെ, ഇന്ന ജാതിയെ ഭരിക്കാൻ ഏറ്റവും പ്രഗത്ഭരും ഏറ്റവും ഉന്നതരും ഞങ്ങളാണ് എന്ന് സ്വയം മനുഷ്യരാരെങ്കിലും അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അത് ആ പാവങ്ങളെ ചൂഷണം ചെയ്യുവാനും ഉന്മൂലനം ചെയ്യുവാനും കാൽക്കീഴിൽ വെക്കുവാനും അവരെ അധ്വാനവും വിയർപ്പും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുവാനും മനുഷ്യൻ തന്നെ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥകളോ അധികാരങ്ങളോ മാത്രമാണ്. പിന്നെ മനുഷ്യനെ ഭരിക്കാൻ വേണ്ടത് നീതിമാന്, സത്യസന്ധൻ, മനുഷ്യരെ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു മനുഷ്യൻ, ബുദ്ധിമാൻ. ഇങ്ങനെ ഒരു മനുഷ്യനെ ഏത് വിഭാഗത്തിൽ നിന്ന് കണ്ടാലും അവനെ അവിടെയുള്ള ജനത തിരഞ്ഞെടുത്ത് അവരുടെ ഭരണാധികാരിയായി സ്ഥാനമാനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ട സകല ഉപകാരങ്ങളും നീതിയുക്തമായി നടത്തപ്പെടും. അത് താഴ്ന്നവരിൽ നിന്നാണ് അത്ര ബുദ്ധിമാനെങ്കിൽ അദ്ദേഹത്തെ എടുക്കാം, ഏറ്റവും പണക്കാരിൽ നിന്നാണ് അങ്ങനെ എടുക്കാം, അതല്ലെങ്കിൽ വെളുത്തവരിൽ നിന്ന് എടുക്കാം, കറുത്തവരിൽ നിന്ന് എടുക്കാം എന്നല്ലാതെ ഒരിക്കലും മനുഷ്യരിൽ പ്രത്യേകമായ ഒരു വിഭാഗം മറ്റു വിഭാഗങ്ങളെ അടിയാറുകളായി വെക്കാനായി സൃഷ്ടാവ് സൃഷ്ടിച്ചിട്ടേയില്ല. അങ്ങനെ വല്ല കഥകളും ലോകത്തിൽ പറഞ്ഞു പരത്തിയിട്ടുണ്ടെങ്കിൽ അവരാണ് മനുഷ്യവർഗത്തിൻ്റെ ശത്രു, മനുഷ്യവിഭാഗത്തിൻ്റെ ശത്രു. മനുഷ്യനിൽ തന്നെ ഉള്ള ചെതലുകൾ, മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന വിഭാഗം. പിന്നെ ഒരാളെ ഭരിക്കാൻ ഏൽപ്പിക്കണം, മറ്റുള്ളവർ സഹായിക്കാനേ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ജനാധിപത്യ രാജ്യങ്ങളിൽ നടക്കുന്ന കൊലപാതകം, ജനാധിപത്യ രാജ്യങ്ങളിൽ നടക്കുന്ന പീഡനം, ജനാധിപത്യ രാജ്യങ്ങളിൽ നടക്കുന്ന അനീതി സംഭവിക്കാതിരിക്കുള്ളൂ. കാരണം ഒരു വ്യക്തി ഭരിക്കുമ്പോൾ തീരുമാനങ്ങൾ പെട്ടെന്ന്, കാര്യങ്ങൾ കറക്റ്റായിരിക്കും. പല വ്യക്തികളാവുമ്പോൾ ഈ ചെയ്യുന്ന കുറ്റവാളികളൊക്കെ പല ആൾക്കാരായിരിക്കും.